നമ്മളെ ഫോണിൽ നിർബന്ധമായിട്ട് ഒരു കീബോർഡ് നമുക്ക് വേണം. നിങ്ങളെ ഫോണിലില്ലേ? ഇല്ലാണ്ടെന്താ, എല്ലാവരുടെ ഫോണിലും ഒരു കീബോർഡ് ഉണ്ട്. അടിപൊളി കീബോർഡ് നോക്കിയെടുത്ത് ഉപയോഗിക്കാവുന്ന നോക്കും. മിക്കവാറും ആൾക്കാരുടെ ഫോണിൽ ഉണ്ടാകുക, ഫോൺ വാങ്ങുന്ന നേരം അതിൽ ഡീഫാൾട്ട് ആയിട്ട് ഒരു കീബോർഡ് ഉണ്ടാവും. അത് തന്നെയാണ് അധികം ആൾക്കാർ ഉപയോഗിക്കുക. പക്ഷെ അതിലധികം ഫീച്ചറുകളൊന്നും ഉണ്ടാകില്ല. ഇതിലിപ്പോൾ ഉപയോഗിക്കുന്നത് കീബോർഡ് ആട്ടോ. എന്നാൽ നിങ്ങൾ ഈ കീബോർഡൊക്കെ കീബോർഡ് ആയാലും ഫോണിൽ ഡീഫാൾട്ടായിട്ട് നമുക്ക് കിട്ടുന്ന സ്വിഫ്റ്റ് കീബോർഡ് ആയാലും ഏതായാലും അത് ഉപയോഗിച്ച് ബോറടിച്ചിക്കെങ്കിൽ ഒരുപാട് നല്ല ഫീച്ചറുകളുള്ള ഒരു കിടുക്കാച്ചി കീബോർഡ് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഫാൻസി കീ എന്ന് പറയുന്ന ഈ കീബോർഡിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എന്തൊക്കെ ഇതിലുണ്ട്, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് ഒക്കെ നമുക്കൊന്ന് നോക്കാം ചെറുതായിട്ട്. ആദ്യം നമുക്കിത് ഡീഫാൾട്ട് കീബോർഡായിട്ടൊന്ന് സെറ്റ് ചെയ്യാം. കീബോർഡ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ സ്വിച്ച് ടു ഫാൻസി കീ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡീഫാൾട്ട് കീബോർഡായിട്ട് ഇത് സെറ്റ് ചെയ്യുക. കീബോർഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് പോവാം. സെറ്റിംഗ്സിലേക്ക് പോയാൽ ഇവിടെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡീഫാൾട്ടായിട്ട് ഇംഗ്ലീഷ് US ഉണ്ടാവും. ഇഷ്ടമുള്ള ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം. ഏത് ഭാഷയിലൊക്കെ ഏതാണ്, മലയാളം ഉണ്ട്, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാം ഉണ്ട്. വേണ്ട ലാംഗ്വേജ് അവിടെ നിന്ന് സെറ്റ് ചെയ്യാം. പ്രിഫറൻസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോ കറക്ഷന്, അതുപോലെ നമ്പർ റോ, എല്ലാ സൗകര്യങ്ങളും ഒരുവിധം ഒരു കീബോർഡിന് വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. ആവശ്യമുള്ളതൊക്കെ അവിടുന്ന് സെറ്റ് ചെയ്യാം. നമ്പർ റോ ഒക്കെ മറക്കാണ്ട് ഉപയോഗിച്ചോ. എന്താണെന്ന് വെച്ചാൽ അത് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. പിന്നെ ഷോർട്ട് കട്ടുകൾ അതുപോലെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി നമുക്ക് കീബോർഡിലൊന്ന് പോയി നോക്കുക. ഇതാ കീബോർഡ് വന്ന് ഇതിന്റെ തീമൊക്കെ നമുക്ക് മാറ്റട്ടോ. ഇത് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു തീം അവിടെ വെച്ചതാണ്. ഇവിടെ കുറച്ച് ഐക്കണുകൾ കാണാം. ഒന്നാമത്തെ ഐക്കൺ F എന്നുള്ളൊരു ചിഹ്നം ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ തീംസ് ഉണ്ട്, കൂൾ ഫോണ്ട്. ഇതിലൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇത് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഉപയോഗിക്കാം. കണ്ടമാനം ഫോണ്ടുകളുണ്ട്. പക്ഷെ ഇത് മലയാളത്തിന് സപ്പോർട്ടാകില്ല. ഇംഗ്ലീഷിന് ചില ഭാഷയൊക്കെയാണ് ഈ ഫോണ്ടുകൾ സപ്പോർട്ടാവും. എന്താ സ്റ്റൈലം ഫോണ്ട്. എൻ്റെ പേര് എഴുതിയതാ മുത്തൂസ്. ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്നേരം, ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് വിടുന്നേരം പ്രത്യേകമായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് ഫോണ്ടുകൾ മാറ്റി ഉപയോഗിക്കാം. വേറെ എന്താ ഉള്ളത് ഇനിയും നോക്കുക നമ്മൾ. ഇനിയുള്ള ഇമോജി സ്റ്റൈല്, കണ്ടമാൻ ഇമോജികളാ, സ്റ്റൈല് ഇമോജികൾ ആവശ്യമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ലാംഗ്വേജ് ഒക്കെ നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ മാറ്റാനുള്ള ഓപ്ഷൻ അതും ഉണ്ട്. അടുത്തതൊക്കെ ഇമോജി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ലാസ്റ്റിലുള്ള ഓപ്ഷനിൽ നമുക്ക് ഫോൺ ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഒന്നാമത്തത്. അതുപോലെ ക്ലിപ്പ് ബോർഡ്. ഈ ക്ലിപ്പ് ബോർഡിലേക്ക് എന്തിനാ ക്ലിപ്പ് ബോർഡ്? ചിലർക്ക് അതും അറിഞ്ഞു കേട്ടോ, അതും പറഞ്ഞുതരാം. ഫോണിന്റെ ഒരു ടെമ്പററി മെമ്മറിയാണ് ഈ ക്ലിപ്പ് ബോർഡ്. അതായത് നമ്മളിപ്പോ ഒരു ടെക്സ്റ്റ് ഒരുത്തേന്ന് കോപ്പി ചെയ്യുന്നേരം അത് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. നമ്മളത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും കീബോർഡിൽ അത് അവിടെ നിന്ന് ഡിലേറ്റ് ആവും. വേറെ ഒന്ന് കോപ്പി ചെയ്യുന്നേരം ആദ്യത്തെ കാണുകയില്ല. എന്നാലും നമുക്ക് എത്ര ക്ലിപ്പ് വേണമെങ്കിലും എത്ര ടെക്സ്റ്റ് വേണമെങ്കിലും കോപ്പി ചെയ്ത് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പ് ബോർഡ് ഉണ്ട് ഇതിന്. ചില കീബോർഡിലൊക്കെ അതുണ്ട്, ചില കീബോർഡിൽ അതില്ല. പിന്നെ വോയിസ് ഇൻപുട്ട്, നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വോയിസ് കൂടെ വോയിസ് ടൈപ്പ് ചെയ്യാം. അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. പിന്നെയുള്ളത് ട്രാൻസ്ലേറ്റർ. ഈ ട്രാൻസ്ലേറ്റർ കൂടെ നമുക്കിപ്പോൾ മലയാളത്തിലുള്ള ഇംഗ്ലീഷിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ മലയാളം സംസാരിച്ചുകൊണ്ടിരിക്കെ അത് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് എഴുതി തരും. ഇവിടെ അതിനുള്ള ഓപ്ഷനും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷ മറ്റൊരു ഭാഷയിലുള്ള ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാം. അതിന്റെ ലാംഗ്വേജ് ഒക്കെ ഇവിടുന്ന് മാറ്റുകയും ചെയ്യാം. അതും നല്ലൊരു ഫെസിലിറ്റിയാണ്, വളരെ ഉപകാരമുള്ളതാണ്. പിന്നെയുള്ള ഭയങ്കര ഉപകാരമുള്ള വേറൊരു സംഭവമാണ് സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോ എന്തെങ്കിലും ഒരു വാക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ, എന്തിനെ പറ്റിയെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ, ഇപ്പം വാട്സപ്പിലായാലും ഏത് മീഡിയയിലായാലും അവിടെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യാം. ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യണം. ഞാനിപ്പോൾ ഈ സെർച്ച് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് ഗൂഗിളിലേക്ക് പോവാം. ആവശ്യമുള്ള വാക്ക് എൻ്റർ ചെയ്തിട്ട് അത് സെർച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഡയറക്റ്റ് ഗൂഗിളിലേക്ക് പോകും. അതിന്റെ റിസൾട്ട് നമുക്ക് അവിടെ നിന്ന് നോക്കാം, വായിച്ചറിയാം, അല്ലെങ്കിൽ കണ്ടറിയാം. അതിനുശേഷം ബാക്ക് വന്നാൽ നമ്മളെ അതേ പേജിൽ തന്നെ വരികയും ചെയ്യും. സംഭവം കിടക്കണല്ലേ. അതുപോലെ ഇമോജികൾ, ഇഷ്ടം പോലെ ഇമോജികൾ, സ്റ്റിക്കറുകൾ, സംഭവം ആവശ്യമുള്ളതൊക്കെ ഇതിലുണ്ട് ഒരു കീബോർഡിന്. ഇതിന്റെ തീമൊക്കെ കളർഫുൾ ആക്കി എടുക്കുക. ഇതിന്റെ ഹൈലൈറ്റിന്റെ ഒരു തീമാട്ടോ. നമുക്ക് ഈ തീം എന്നുള്ള ഓപ്ഷനിൽ കൂടെ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് അടിപൊളി തീം ഉണ്ടാക്കിയെടുക്കുക. നമ്മളെ ഗാലറിയിലുള്ള ഏത് ഫോട്ടോ നമുക്ക് നമ്മളെ
കീബോർഡിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇഷ്ടം പോലെ തീമുകളുണ്ട്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. സംഭവം നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡ് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലും കൂടുതൽ സൗകര്യങ്ങളുള്ള ഒരു കീബോർഡ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമുള്ള ഒരുപാട് ഫീച്ചറുകളുള്ള നല്ലൊരു കീബോർഡാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം ഉമ്മക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.